ഭരണസമിതിയുടെ രാജിയെ തുടർന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണത്തിനായി നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റി വിലക്കി കോടതി. എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് നടപടി. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും ഭരണസമിതിയുടെ രാജിയെ തുടർന്നാണ് ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണത്തിനായി നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതിയുടെ ഒരു വിലക്ക് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അതായത് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള അമ്മയുടെ ഭരണസമിതി രാജി പ്രഖ്യാപിക്കുന്ന ആ ഒരു സാഹചര്യത്തിനകത്താണ് പിഷാരടിയുടെയും ഗണേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ അഡ്ഹോക് കമ്മിറ്റി തുടർന്ന് അമ്മയെ നയിക്കും എന്നുള്ള വാർത്തകളെല്ലാം നമ്മളുടെ മുൻപിൽ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടർന്ന് അമ്മയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോനടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്നൊരു നിലയുണ്ടായിരുന്നു. ഫേസ്ബുക്കിലടക്കം പ്രതികരിക്കുന്നൊരു നിലയുണ്ടായിരുന്നു. താൻ രാജി പ്രഖ്യാപിച്ചിട്ടില്ല, താൻ അമ്മയെ വിട്ട് തനിക്ക് പോകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം ശ്വേതാ മേനോൻ നടത്തിയിരുന്നു. അതുമല്ല, ഈ പറയുന്ന അഡ്ഹോക് കമ്മിറ്റി, അതായത് അമ്മയിൽ ഇത്തരത്തിലുള്ളൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്നത് നിയമവിരുദ്ധമല്ല, അതായത് നിയമപരമല്ല എന്നുള്ള ഒരു കാര്യം കൂടി ശ്വേതാ മേനോൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഒരു ഹർജി, അതായത് ഇത് നിയമപരമല്ല, ഈ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്, അമ്മയിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നിയമപരമല്ല എന്നുള്ള രീതിയിലൊരു ഹർജി നിലവിൽ ശ്വേതാ മേനോൻ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയെ വിലക്കിക്കൊണ്ട് എറണാകുളം സെക്ഷൻസ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് പിഷാരടിയുടെയും ഗണേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നു ഈ പറയുന്ന പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആ ഒരു അഡ്ഹോക് കമ്മിറ്റി ഇപ്പോൾ നിയമപരമല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു സമീപനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വിലക്കാണ്, അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള വിലക്ക് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോടതി. എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഈ ഒരു നടപടി. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്. വിവരങ്ങൾ നൽകിയത് വിഷ്ണുവാണ്.